ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും അല്ലേ? പ്രൈമറി അധ്യാപക പരീക്ഷ എൽ പിക്ക് 49,062 പേരും യു പിക്ക് 1.44 ലക്ഷം പേരുമാണ് അപേക്ഷ നൽകിയതിൽ ഉറപ്പ് നൽകിയവരുടെ എണ്ണമാണ് കേട്ടോ ഇത്. ഓരോ ജില്ലയിലും എത്ര ആളുകളുണ്ട് പരീക്ഷ എഴുതാനൊക്കെയുള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടവരുണ്ടാവും, കാണാത്തവരിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. യു പി അധ്യാപക പരീക്ഷ എഴുതാൻ ഇത്തവണ 1,44,341 പേരാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളോട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടതാണ്. നമുക്കറിയാം എന്തായാലും കോമ്പറ്റീഷൻ ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ആളുകളുടെ എണ്ണമൊന്നും നമ്മുടെ പഠനത്തിനൊരു തടസ്സമാവാൻ പാടില്ല. ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് നമ്മുടെ പഠനത്തിന് എന്തെങ്കിലും തടസ്സം വരേണ്ടതുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം പഠിച്ചവർക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇത്രയും ആളുകളുണ്ടല്ലോ എന്നോർത്ത് ആദ്യം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഈ വാർത്തകൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാത്ത 12,243 പേരുടെ അപേക്ഷ PSC അസാധുവാക്കി. ജൂലൈ 6-നാണ് പരീക്ഷ. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരീക്ഷാ സമയം. 1.5 മണിക്കൂർ കൊണ്ട്, നമുക്കറിയാം 1.5 മണിക്കൂറാണ് നമ്മുടെ എക്സാം. 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന OMR പരീക്ഷയാണ് നടത്തുന്നത്. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്ക് എന്ന് മുതലാണ് നമ്മുടെ ഓൾ ടിക്കറ്റ് വരുന്നത്? ജൂൺ 22 മുതൽ പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജൂൺ 22 മുതൽ. അപ്പം നമുക്കറിയാം എവിടെയാണ് നമ്മുടെ സെൻറ്റർ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വേറെ ജില്ലയിലൊക്കെ കൊടുത്തവരൊക്കെ ഉണ്ടാവും അല്ലേ? പക്ഷേ അവർക്ക് സ്വന്തം ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അങ്ങനെ കൊടുത്തവരോ അല്ലെങ്കിൽ ദൂരെ കൊടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ, സെൻറ്ററിൻ്റെ കാര്യമാണേ പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് സ്കൂൾ എന്നൊക്കെ ആദ്യം അന്വേഷിച്ച് വെക്കുക. എന്നിട്ട് എത്ര ദൂരമുണ്ട് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. അല്ലാതെ പരീക്ഷയ്ക്ക് ഓടി പിടിച്ച് എത്തുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കണം. അത് നമ്മുടെ എക്സാമിന്, നമ്മുടെ ആ ഒരു 1.5 മണിക്കൂറിന് അത് എഫക്റ്റ് ചെയ്യും അല്ലേ? നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി എത്ര മണിക്കൂറാണോ അത്രയും മണിക്കൂർ നേരത്തെ ഹാളിൽ എത്തുന്നത് നമുക്കൊരു ആശ്വാസം തന്നെയാണ് അല്ലേ? അതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് വായിക്കുമ്പം ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 22 മുതൽ നമുക്ക് പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് എടുക്കാം. അപ്പം നമുക്കറിയാമല്ലോ എവിടെയായിരിക്കും നമ്മുടെ സെൻറ്റർ എന്നൊക്കെ ഉള്ളത്. ഇനി LP അധ്യാപക പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ എത്ര പേരാണുള്ളത്? 49,062 പേരാണ് ഉള്ളത്. പരീക്ഷ എഴുതുവാൻ ഉറപ്പ് നൽകാത്ത 4,402 പേരുടെ അപേക്ഷ അസാധുവാക്കി. ജൂലൈ 20-നാണ് പരീക്ഷ. അതും സമയമൊക്കെ സെയിം തന്നെ, 100 ചോദ്യങ്ങളാണ്. പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് എന്ന് മുതലാണ്? ജൂലൈ 6 മുതലാണ് പ്രൊഫൈലിൽ ലഭ്യമാവുന്നത്. അതിൻ്റെ അച്ചടി പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ രേഖയുടെ അസലുമായിട്ടാണ് പരീക്ഷാ ഹാളിൽ എത്തേണ്ടത്. എന്തൊക്കെയാണ്? നമ്മുടെ ഈ ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി നമ്മൾ എടുക്കുമല്ലോ, അതും പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ID കാർഡ് ഒറിജിനൽ ആയിരിക്കണം. അതും കൊണ്ടാണ് നമ്മൾ ഇവിടെ പോകേണ്ടത്, എക്സാമിന് പോകേണ്ടത്. ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണ്. ഞാൻ എപ്പോഴും ID കാർഡും കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഒരു ദിവസം എക്സാമിന് പോയത് ലൈസൻസ്, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും ആയിട്ടാണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. എക്സാം എഴുതാതെ ഞാൻ തിരിച്ചു വന്നു. ഹാളിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് കാര്യമായി PSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് എനിക്ക് അന്ന് അത്ര സങ്കടമായില്ല. അതേസമയം ഈ എക്സാമാണ് നമ്മൾ അങ്ങനെ പോയി എഴുതുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആർക്കും അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റരുത്. വായിച്ചു വിടുമ്പം എന്താണ് അസൽ പതിപ്പ് അല്ലെങ്കിൽ അസലുമായിട്ടാണ് ഹാളിൽ എത്തേണ്ടതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ട് പോകും. അതുകൊണ്ട് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകളും മറ്റൊക്കെ കൊണ്ട് നടക്കുന്നവർ ശ്രദ്ധിക്കുക. പേഴ്സിൽ എല്ലാം തലേന്ന് തന്നെ പെന്നും നമ്മുടെ ബാഗ് ഏതാണോ നമ്മൾ കൊണ്ടുപോകുന്ന സാധനം എന്താണോ അതിൽ പെന്ന് ഒരു 2 എണ്ണമൊക്കെ എടുത്ത് വെക്കണം. അതും നമ്മൾ പുതിയ പെന്നൊന്നും ആയിട്ട് ആരും പോകരുത്. നമ്മൾ ഓൾറെഡി എഴുതി കുറച്ച് മഷിയൊക്കെ നന്നായിട്ട് വരുന്ന എന്ന് കരുതി മഷി തുകുന്ന പെന്നൊന്നും കൊണ്ട് പോവണ്ട. അത്യാവശ്യം നമുക്കറിയാമല്ലോ എങ്ങനത്തെ പെന്ന് ഉപയോഗിക്കണം എന്നുള്ളത് കറുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര പോയിൻറ്റഡ് ആയിട്ടുള്ള പെന്ന് കൊണ്ടാകത്തേലും നല്ലത് കുറച്ച് നന്നായിട്ട് എഴുതാൻ കഴിയുന്ന പെന്ന് കൊണ്ടുപോവുക. 2 എണ്ണമൊക്കെ എടുക്കുക. പിന്നെ ഇതേപോലെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ആർക്കും പറ്റരുത്. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് നിങ്ങൾ നടക്കണ്ട. ആ പരീക്ഷ അടുപ്പിച്ച് ആ ദിവസങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾ എവിടെയും വെക്കണ്ട. നമ്മുടെ കയ്യിൽ ഇനി അതെങ്ങാനും കുടുങ്ങിപ്പോയാൽ അറിയാമല്ലോ. അതുകൊണ്ട് ഒറിജിനൽ സാധനം തന്നെ കൊണ്ടുപോവുക. ഹാൾ ടിക്കറ്റും കൊണ്ടുപോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പട്ടിക കാണാൻ കഴിയുമല്ലോ അല്ലേ? LP അധ്യാപക പരീക്ഷ എഴുതുന്നവർ, UP അധ്യാപക പരീക്ഷ എഴുതുന്നവർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം നിങ്ങൾക്ക് കാണാം.
എത്ര പേരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവും അല്ലേ. ഓരോ ജില്ലയിലും എത്ര പേരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ അപേക്ഷിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. ഞാൻ പറയാം. കോഴിക്കോട് ഉറപ്പ് നൽകിയവരുടെ എണ്ണം നമ്മൾ നോക്കിയാൽ മതിയല്ലോ. 10031 പേരാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും പരീക്ഷ എഴുതുന്നത്. UP ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വെറുതെ നോക്കിക്കോളൂ. എന്തൊക്കെയായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഈ തവണ ലിസ്റ്റിൽ കയറിയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാം. ഓൾ ദ ബെസ്റ്റ്.